ഹലോ ഗൈസ്, അപ്പം നമ്മൾ നിൽക്കുന്നത് കേക്ക് എക്സ്പേർട്ട് കരുനാഗപ്പള്ളി. നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ ആരൊക്കെയാ ഉള്ളത് നോക്കി. നമ്മളിപ്പോൾ ഇതേണ്ട വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാക്കറ്റ് ഓഫ് സ്പൈറൽ ക്യാൻഡിൽ, പിന്നെ ഒരു ടോപ്പർ. കുട്ടി നോക്കിക്കേ. ആസ് യൂഷ്വൽ എനിക്ക് ലീവ് ഇല്ലായിരുന്നു, അപ്പോൾ വേണ്ട ഞാൻ ലാപ്ടോപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. യുവിയും അബിയും കൂടെ റിലയൻസ് കയറിയ സമയത്ത് ഞാനിവിടെ ഇരുന്ന് ടിക്കറ്റ് നോക്കിയാണ് ഗീസ്. നമുക്ക് നാളെ ഒരു ഔട്ടിംഗ് ഉണ്ട്. നമ്മൾ ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് പോയി എന്താണെങ്കിലും ഇന്നത്തെ അറേഞ്ച്മെൻറ്റ്സ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ അതെന്തായാലും ഇന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 4th ആനിവേഴ്സറി ആണിന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ ഒന്നും വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. വി ഓൾവേസ് ഹാവ് ടു മേക്ക് അവർ മൊമെൻറ്റ്സ് സ്പെഷ്യൽ അല്ലേ. കാരണം മൊമെൻറ്റ്സ് മാത്രമേ അവസാനം നമ്മളോട് കാണത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. വീട്ടിൽ നിന്ന് അതേ കൂറ കോലത്തിലാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഞാൻ വർക്കിങ്ങിലായിരുന്നു. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇപ്പം ഞാനാണ് ആദ്യം ചാടി ഇറങ്ങുന്നത്. കാരണം അറിയാലോ, പോസ്റ്റ്പാർട്ടം പീരീഡാണ്. അപ്പോൾ ചെറിയ ഒരു ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്നത് വരെ വലിയൊരു ഔട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം പോലും ഞാൻ മിസ്സാക്കാറില്ല. സോ ഞാനും കുട്ടിയും കൂടെ ഇറങ്ങി അബിയുടെ കൂടെ ഇരിപ്പുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാധനം കാരണമാണ് ഇതിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരിക്കുന്ന സാധനം നല്ല സാധനമല്ല സത്യത്തിൽ അല്ല. ഈ ഇരിക്കുന്ന സാധനത്തിനെ പറ്റി 2 വാക്ക് ഇല്ല. നമ്മളുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും കാരണം എന്താണോ? കുട്ടിയെ പറ്റിയാണോ ഈ ആരോപണങ്ങളൊക്കെ പറയുന്നത്? ദാറ്റ് ഈസ് ടു മച്ച് വാവച്ചി. അച്ഛാ പറയുന്നതിനകത്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ വാവച്ചിയാണ് അമ്മച്ചിക്ക് വലുത്. 12 മണിയായപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഇത് യുക്കുട്ടനുമായിട്ടുള്ള ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. വളരെ സ്പെഷ്യലാണ് നമുക്കിത് എന്തായാലും. പക്ഷേ ഇതെല്ലാം ഈ തീയും പുകയൊക്കെ കണ്ട് പുള്ളിക്കാരൻ കുറച്ച് വരണ്ടിരിക്കുമായിരുന്നു. എന്താണേലും നല്ല ഒരു സ്വീറ്റ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു. എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെ. നമ്മൾ ഇതേണ്ട ഇറങ്ങിക്കഴിഞ്ഞു. മൈക്ക് എടുത്തു. ചുമയുള്ള ആളുണ്ട്. ഞാൻ എന്തോ നോക്കുന്നുണ്ട് കാര്യമായിട്ട് കേട്ടോ. ഞാൻ എന്തോ നോക്കുന്ന അങ്ങോട്ടൊക്കെ. കുട്ടി നമ്മൾ എങ്ങോട്ടാ കുട്ടി പോകുന്നേ? കുട്ടിക്ക് ഒരു കൊട കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 4 വർഷം മുന്നേ ഈ സമയത്ത് എന്താണ് നടക്കുന്നത്? അന്ന് മുഹൂർത്തം എത്ര മണിക്കായിരുന്നു? 12-നോ? അതൊന്നും ഓർമ്മയില്ല. ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ലേ അന്ന്? നമ്മുടെ ഹവോൾഡാറിയനകത്ത് പ്രസിഡന്റ് വരുമ്പോഴുള്ള സീനുണ്ടല്ലോ, വന്നോ പിടിച്ചോ കണ്ടോ ഇപ്പൊ വരും ദേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫോൺ വരുന്നു, പെട്ടെന്ന് കാറ് വരുന്നു, കേറുന്നു. അബിയുടെ വക ഒരു വമ്പൻ സർപ്രൈസ് ഒക്കെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ വഴിയില്. ശരിക്കും ഒരു എക്സൈറ്റിംഗ് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. നമ്മൾ നമ്മുടെ സ്റ്റേയിൽ കയറുന്നതിന് മുന്നേ കൊട്ടിയത്തുള്ള ലുലു ഡെയിലി അതിലൊന്ന് വന്നതാണ് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ഭയങ്കര വിഷയമാണ്. നല്ലൊരു മൂഡേ അല്ല, ഓഫ് മൂഡാണ്. എന്താണെന്ന് അറിയത്തില്ല. ഫുള്ള് വല്ലാത്തൊരു മുഖമൊക്കെ ആക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഏത് പപ്സ് വേണം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആവി എടുക്കുന്നത് ഏതാണ്? ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ. സോ നമ്മളെന്തെങ്കിലും കഴിക്കണമല്ലോ. മലബാർ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വെച്ചു 2 എണ്ണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലുലു ഡെയിലിയിൽ വരുന്നത്. സോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊന്ന് കാണിക്കാമെന്ന് വെച്ചു. പക്ഷേ ക്യാമറ അലൗഡ് അല്ലല്ലോ. ഈവൻ ദോ ഒരു മോളിൻ്റെ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ലുലു ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ സെക്ഷൻസും ഇവിടെ കാണാൻ പറ്റും. അപ്പം നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നി. ഈ ബില്ല് ചെയ്യുന്ന ഐറ്റം കണ്ടോ, ഇതാണ് അബിക്കുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ്, RC കാർ.
ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്ന് കണ്ടാലോ? Yes. ഒരു 1:30 ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റേ എത്താറായി. അപ്പോൾ കൊല്ലം ഫുള്ളൊന്ന് കറങ്ങി ചെറുതായിട്ട്. കൊല്ലം സത്യത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. അതൊരു ഫുള്ളസ്റ്റായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ സ്റ്റേ എത്തിയിരിക്കുന്നു ദലീല അഷ്ടമുടി റാവീസ് ഹോട്ടൽ. ചെക്കിന് സമയമായി. ചെക്കിൻ ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ വളരെയധികം ലെങ്തി ആയി പോകും. അപ്പം അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. Until then, Blends Affairs signing off. Tata, bye bye.